ആര്യ. എൻ്റെ ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഹെൽത്ത് പോയിന്റിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധി മാമാണ്. മാമിനോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കാം. ഹായ് മാം. ഹായ് മാം, ഈ സ്ത്രീകളിൽ തൈറോയിഡ് എങ്ങനെ ബാധിക്കുക? തൈറോയിഡ് ഹോർമോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിലെ ഒരുവിധം എല്ലാ പ്രക്രിയകളെയും സ്വാധീനിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ പ്രഗ്നൻസി അല്ലാത്ത ടൈമിലാണെങ്കിൽ സ്ത്രീകളുടെ മറ്റു മെൻസ്ട്രൽ സൈക്കിൾ റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ തൈറോയിഡ് ഹോർമോൺ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് അവിടെ ഉണ്ട്. ഇപ്പോൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ, അതായത് ആർത്തവ തകരാറുകൾ അല്ലാണ്ട് തന്നെ റെഗുലർ സൈക്കിൾസ് ഒക്കെ വരുന്ന ആൾക്കാരിൽ തൈറോയിഡ് ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്നെങ്കിൽ കുറഞ്ഞു പോവാം, ഹൈപ്പോ തൈറോയിഡിസം ആവാം തൈറോയിഡ് ഹോർമോൺ കുറയുന്നത്, അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ കൂടുന്ന ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. ഈ രണ്ട് അവസ്ഥകളിലേക്കും പോവാം. അതിൽ ഹൈപ്പോ തൈറോയിഡിസം ആണ് ഒന്നും കൂടി കൂടുതലായിട്ട് ഈ ആർത്തവ തകരാറുകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത. അതിൽ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാം. ഈ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിൽ ബ്ലീഡിങ് വന്നാൽ തന്നെ അത് നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവാം. അതുപോലെ ഡിലേ ആവാനുള്ള റീസൺസ് ആവാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരാം, അതിനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി പ്രഗ്നൻസിയിലേക്ക് വരുമ്പോൾ തൈറോയിഡ് ഹോർമോൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ, അമ്മയുടെ ശരീരത്തിൽ തൈറോയിഡ് ഹോർമോൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് അബോർഷൻ റിസ്ക് ഉണ്ടാക്കാം. പിന്നെ ആദ്യത്തെ ഒരു 3 മാസം വരെ 12 വീക്സ് വരെ കുഞ്ഞിൻ്റെ ഫീറ്റസിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള തൈറോയിഡ് കിട്ടുന്നത് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ്. അതായത് 12 വീക്സ് ആവും കുട്ടിയുടെ ഓൺ തൈറോയിഡ് ഗ്രന്ഥി ഫുൾ ഡെവലപ്പായിട്ട് അത് തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് 12 വീക്സ് വരെ എന്തായാലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ കറക്റ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏർലി പ്രഗ്നൻസി ഇൻവെസ്റ്റിഗേഷൻസിൽ മസ്റ്റായിട്ട് പറയുന്ന ഒരു ടെസ്റ്റാണ് തൈറോയിഡ് ടെസ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ മാം, ഈ പീരിയഡ്സ് ലേറ്റ് ആവുന്നത് പ്രശ്നമാണോ? അതെന്തുകൊണ്ട് അങ്ങനെ? പീരിയഡ്സ് ലേറ്റ് ആവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മുടെ എൻവയൺമെൻറ്റൽ ചേഞ്ചസ്, ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ ഇപ്പോൾ ചൂട് കാലത്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് പീരിയഡ്സ് ഡിലേ ആയിട്ട് വരാറുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെസ് ഫാക്ടേഴ്സ്, അതുപോലെ ഇപ്പോൾ എക്സാം ടൈമാണ്, ഈ എക്സാം ഗോയിങ് സ്റ്റുഡൻസിന് സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോഴും അവർക്ക് ഈ പീരിയഡ്സ് ഡിലേ ആവാറുണ്ട്. പീരിയഡ്സ് ഡിലേ ആവുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓവുലേഷൻ ഡിലേ ആവുന്നതാണ്. വൺസ് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ എക്സാക്ട്ലി 14th ഡേ എന്തായാലും ബ്ലീഡിങ് വരും. അപ്പോൾ ഈ ഓവുലേഷൻ സംഭവിക്കാനുള്ള ഒരു ഡിലേ ആണ് പീരിയഡ്സിൻ്റെ ആ ഒരു സൈക്കിൾ ഡിലേ ആക്കുന്നത്. പല കാരണങ്ങളാവാം. ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് PCOS. ഒരുപാട് പേർക്കുണ്ട്. ഒരു 60% OP വരുന്ന ആൾക്കാരൊക്കെ പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം, നമ്മളിപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേരിയൻ സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അത് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ജസ്റ്റ് ഓവറിയിൽ മാത്രമുള്ള ഒരു പത്തോളജി അല്ല, അത് ഒരുപാട് എൻഡോക്രൈൻ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിക്, ഈ ഷുഗർ ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രോളിമി, അതൊക്കെ റിലേറ്റഡ് ഫാക്ടേഴ്സും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് പോലും മാറ്റിയത്. അപ്പോൾ PCOയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓവുലേഷൻ ഡിലേ ആവുന്നുണ്ട്, അത് കാരണം സൈക്കിൾ ഡിലേ ആവാം. പിന്നെ ഞാൻ പറഞ്ഞ ഈ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സ്ട്രെസ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഒരു റീസെൻറ്റ് ഇപ്പോൾ ആരെങ്കിലും ഒരു പ്ലേസ് ചേഞ്ച് എന്തെങ്കിലും വരുമ്പോൾ അതൊക്കെ ഈ പീരിയഡ്സ് ഡിലേ ആവാനുള്ള ഒരു റീസൺ ആവാം. മാം, ഈ കുറേ ആൾക്കാർ ടാബ്ലറ്റ് വെച്ചിട്ട് പീരിയഡ്സ് ഡിലേ ആക്കാറുണ്ട്. അത് ശരിക്കും സേഫാണോ? സേഫ് ആണോ ചോദിച്ചാൽ സേഫ് അല്ല. ഇപ്പോൾ റെഗുലർ സൈക്കിളുള്ള ഒരാൾക്ക് അവർക്ക് കറക്റ്റ് ഇന്ന ഡേറ്റിന് പീരീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ടാബ്ലറ്റ് കഴിച്ച് നമ്മൾ അത് ഡിലേ ആക്കുമ്പോൾ ആക്ച്വലി ആ ഒരു ഹോർമോണൽ, ആ ഒരു പ്രോപ്പർലി പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഹോർമോണൽ പ്രക്രിയേനെ നമ്മൾ ഒരു പരിധി വരെങ്കിലും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്, അല്ലേ? നമ്മൾ ആ ഒരു ചേഞ്ച് വരുത്തുകയാണ് ആ ഒരു നോർമൽ സൈക്കിളിൽ. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഒക്കെ ടാബ്ലറ്റ് കഴിച്ചിട്ട് അത് കുറച്ച് നീട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഒരുപാട് ഡിലേ അങ്ങനെ ഉണ്ടാവാറില്ല അത് കഴിച്ചതുകൊണ്ട്. പക്ഷേ ഒരു നോർമലി പോകുന്ന ഒരു സൈക്കിളിനെ നമ്മൾ എന്തായാലും ഒരു ഇൻ്റർഫിയറൻസ്, ഒരു എക്സ്റ്റേണൽ ഹോർമോൺ കൊടുത്ത് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അത് സൈക്കിള് ചിലപ്പോൾ ഇറഗുലർ ആവാനുള്ള ഒരു റീസൺ ആവാം. പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ അത് കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും മാരേജ് അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സാമിൻ്റെ ടൈമിലാണ് പീരിയഡ്സിൻ്റെ ഡേറ്റ്, നല്ല ഹെവി ബ്ലീഡിങ്ങും നല്ല പെയിനും ഉണ്ടാകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീസണബിളി നമ്മൾ എന്തായാലും പീരിയഡ്സ് ആ ഒരു സമയത്തേക്ക് ഒന്ന് ഡിലേ ആവാൻ ഒരു 5 days ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് വെറുതെ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു റീസണിന് വേണ്ടിയിട്ട് പീരിയഡ്സ് ഡിലേ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. മാം, ഈ പാഡ് അധിക സമയം ചേഞ്ച് ആക്കാത്ത അപകടകരമാണോ? തീർച്ചയായിട്ടും. കാരണം ബ്ലഡ് ഒരു കൾച്ചർ മീഡിയ ആണ്. അത് ഒരുപാട് നേരം ബ്ലഡും ആയിട്ട് നമ്മൾ കോൺടാക്റ്റിൽ വരുമ്പോൾ എന്തായാലും അത് ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. അത് എന്തായാലും ഹെൽത്തിന് നല്ലതല്ല.
റെക്കമെൻഡ് ചെയ്യണത് ഇപ്പോൾ ഒരു പാഡ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours കൂടുമ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ബ്ലീഡിങ്ങിനനുസരിച്ച് ചിലർക്ക് ചിലപ്പോൾ 3 hours കൂടുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യേണ്ട അത്രയും ഹെവി ബ്ലീഡിങ് ഉള്ള അവസ്ഥകളിലുള്ള ആൾക്കാർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. എന്തായാലും ഒരു മോർ ദാൻ 6 hours to 8 hours പാഡ് വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. മീൻസ് ചേഞ്ച് ചെയ്യണം, ന്യൂ പാഡ് ചേഞ്ച് ചെയ്യണം. അതുപോലെ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് നിറയുന്നതിനനുസരിച്ചിട്ട് ഇനിയല്ല ഒരു ഹെവി ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ മാക്സിമം അപ് ടു 12 hours വരെ റിട്ടൈൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. മീൻസ് ഒരുപാട് ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഫില്ലാവുന്നതിനനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ പാഡാണെങ്കിലും പ്രൊലോങ്ഡ് യൂസ് എന്തായാലും റെക്കമെൻഡഡ് അല്ല. ഒരു 6 to 8 hours കൂടുമ്പോൾ മാറ്റുന്നത് തന്നെയാണ് സേഫ്. അല്ല ബ്ലീഡിങ്ങിനനുസരിച്ച് എത്രയും നേരത്തെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഈ അപ്പോൾ സാനിറ്ററി പാഡാണോ നല്ലത് അതോ മെൻസ്ട്രൽ കപ്പാണോ നല്ലത്? അത് ഓരോരുത്തരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈവൻ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കപ്പ് യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. അപ്രോപ്രിയേറ്റ് സൈസ് ചൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് സ്മോൾ സൈസ് മതിയായിരിക്കും, ചിലർക്ക് മീഡിയം സൈസ്. അപ്പോൾ അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. പാഡായാലും കപ്പായാലും അവനവൻ്റെ ഒരു കൺവീനിയൻസ് തന്നെയാണ്. അത് ഏതായാലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പ്രോപ്പർ ഇപ്പോൾ പാഡാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഡിസ്പോസൽ നോക്കണം. അതുപോലെ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്തതിന് ശേഷം പ്രോപ്പർലി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇൻസേർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ചെയ്യാം. ഈ PCOS ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിബിൾ ആണോ? PCOS ഉണ്ടെങ്കിൽ പ്രഗ്നൻസി തീർച്ചയായിട്ടും പോസിബിൾ ആണ്. PCOSൽ പ്രഗ്നൻസി പോസിബിൾ അല്ലാണ്ടിരിക്കാനുള്ള ഒരു റീസൺ, കുറച്ച് ഡിലേ ആവാനുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഓവുലേഷൻ ഡിലേ ആവണതാണ്, അല്ലെങ്കിൽ പീരിയഡ്സ് റെഗുലർ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ടൈമിലാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ളത്. അതാണ് ഈ ഒരു ഡിഫിക്കൽട്ടി ഇൻ കൺസെപ്ഷൻ വരാനുള്ള ഒരു റീസൺ. അപ്പോൾ നമ്മൾ ഈ PCOക്കാർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഓവുലേഷൻ ഒരു കറക്റ്റ് ടൈമിങ് അല്ലെങ്കിൽ റെഗുലർ സൈക്കിൾസ് ആക്കുക ആൻഡ് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. പ്രഗ്നൻസി തീർച്ചയായിട്ടും പോസിബിൾ ആണ്. ഇനി ചിലർ PCO ഉള്ള ആൾക്കാർ അവർ പറയാറുണ്ട് ഒരു 3 month അല്ലെങ്കിൽ 4th month ഒക്കെ ആയിട്ടാണ് പ്രഗ്നൻസി അറിഞ്ഞതെന്നുള്ളത്. ഓവുലേഷൻ തീർച്ചയായിട്ടും നടക്കില്ല എന്നുള്ളതില്ല. അതായത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല. ഓവുലേഷൻ നടക്കാം, പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പം നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആൻഡ്രോജൻ ഒരു ഹോർമോണൽ ഇംബാലൻസ് അവസ്ഥയാണ്. ആൻഡ്രോജൻ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മെയിൽ ഹോർമോൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓവുലേഷൻ ആ ഒരു ഓവറിക്ക് ഓവുലേഷൻ നടക്കാനുള്ള ഒരു എൻവയൺമെൻറ്റ് അവിടെ കുറവാണ്. എന്ന് വെച്ച് ഓവുലേഷൻ നടക്കില്ല എന്നല്ല, ആ ഒരു ടൈമിംഗ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സൈക്കിൾ റെഗുലർ ആക്കുക, ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുക, എന്നാൽ കൺസീവ് ചെയ്യാൻ ഓക്കെയാണ്. കൺസീവ് ചെയ്യാം ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് ഒന്ന് അസിസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രഗ്നൻസി സമയത്ത് ട്രാവലിംഗ് സേഫാണോ? പ്രഗ്നൻസി സമയത്ത് ട്രാവലിംഗ് തീർച്ചയായിട്ടും സേഫ് തന്നെയാണ്. ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്കാനൊക്കെ ചെയ്തു അതിലെല്ലാം ഓക്കെയാണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ പ്ലാസൻ്റ താഴെ ഇരിക്കുന്ന അവസ്ഥകളുണ്ടാവും ചിലർക്ക്. അങ്ങനത്തെ ചില കണ്ടീഷൻസിൽ നമ്മൾ ട്രാവലിംഗ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയും. അതുപോലെ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും. ഈ ഗർഭപാത്ര സെർവിക്സിന് കുറച്ച് ബലക്കുറവുള്ള അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നമ്മൾ എന്തായാലും ട്രാവൽ റെസ്ട്രിക്ഷൻ പറയും. അതർവൈസ് ഒരു നോർമൽ പ്രഗ്നൻസി, അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്ലൈറ്റ് ട്രാവൽ, നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവലിന് ഒരു കട്ട് ഓഫ് പറയുന്നത് 32 weeks ആൻഡ് ഫോർ ദ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ട്രാവലിന് 36 weeks ആണ്. ആൻഡ് പിന്നെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് ഓരോരുത്തരുടെ ഡോക്ടറുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാം, എന്താണ് ഈ PCOD അല്ലെങ്കിൽ PCOS? ആദ്യ കാലങ്ങളിൽ ഇതങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എല്ലാവരും അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, PCOS എന്നൊക്കെ പറഞ്ഞു. PCOS എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുക. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറയാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് PCOS. അതായത് ഇപ്പോൾ ഫേസിലുള്ള അമിതമായിട്ടുള്ള രോമവളർച്ച, നമ്മൾ ഹിർസ്യൂട്ടിസം എന്ന് പറയും. പിന്നെ ഓവറായിട്ട് വെയിറ്റ് കൂടുന്നത്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഒരു ഓവർ മന്ത്സ് കൊണ്ട്, ജസ്റ്റ് ഒരു 2-3 months കൊണ്ട് അല്ലെങ്കിൽ 4-5 months കൊണ്ടൊക്കെ പെട്ടെന്ന് ഒരുപാട് വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ. അതുപോലെ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, അത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു പാർട്ടായിട്ട് ബോഡി കാണിക്കുന്ന സിംറ്റംസ് ആണ്. അതുപോലെ ഈ മെയിൽ പാറ്റേൺ ബാൾഡ്നെസ് എന്ന് പറയും. മുടി കൊഴിയുക, മുടി കയറുക, അതായത് നെറ്റിയിൽ നിന്ന് കുറച്ച് കയറി നിൽക്കുന്ന അവസ്ഥ, മെയിൽ പാറ്റേണിലുള്ള ഒരു ബാൾഡ്നെസ് സ്ത്രീകൾക്ക് വരിക. അതുപോലെ എക്സസ് ആയിട്ടുള്ള ഹെയർ ലോസ് വരിക. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ PCOS എന്ന് പറയും. പ്ലസ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഓവറിയിൽ കുമിളകൾ കാണും. അതായത് മൾട്ടിപ്പിൾ സിസ്റ്റിക് അപ്പിയറൻസ് ആയിട്ട് കാണാൻ പറ്റും ഓവറിയിൽ.
അപ്പോൾ ഇത്തരം എല്ലാ സിംറ്റംസ് പ്ലസ് ഈ PCO അപ്പിയറൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ PCOS എന്ന് പറയും. അതിൻ്റെ പേര് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുന്നേ നമ്മൾ ഈ ഒരു ഓവറിയിൽ ഉള്ള സിസ്റ്റിക് അപ്പിയറൻസ് വരാനുള്ള റീസൺസിനെ കുറിച്ച് ഒരുപാട് കൺസേൺഡ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ PCO ഉള്ള ആൾക്കാർക്ക് അത് വരാനുള്ള റീസൺ ആക്ച്വലി മൾട്ടിപ്പിൾ എൻഡോക്രൈൻ അല്ലെങ്കിൽ മെറ്റബോളിക് ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പേര് ഇപ്പോൾ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, ഒവേരിയൻ സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ദ മാനേജ്മെൻറ്റ് വൈസും നമുക്കതിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. മാം, ഈ PCOD ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ അതോ ലീൻ ആയിട്ടുള്ള ആൾക്കാർക്കാണോ കൂടുതലും കാണപ്പെടുന്നത്? PCO ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കും വരാം, ലീൻ ആയിട്ടുള്ള ആൾക്കാർക്കും വരാം. അതിൽ കുറച്ചും കൂടി ഒരു എസ്റ്റാബ്ലിഷ്ഡ് PCO മിക്കവാറും ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കാണാറ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എക്സസ് വെയിറ്റ് ഗെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ്, ഈ രോമ വളർച്ച, അതുപോലെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, ഇതൊക്കെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് PCOSൽ വരുന്നത് ഒരുപാട് കാണുന്നത് കുറച്ച് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. പക്ഷെ ലീൻ ആയിട്ടുള്ളവർക്കും PCO അപ്പിയറൻസിന് ഓവറി വരാം. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കുറച്ച് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ എന്തായാലും വെയിറ്റ് റിഡക്ഷനാണ് റെക്കമെൻഡ് ചെയ്യണത്. ആൻഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ്, ഇതാണ് PCOൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത്. എന്തായാലും ഡയറ്റ് ആൻഡ് വെയിറ്റ് ലോസ്, എക്സസൈസ് ആണ്. അത് മസ്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഒരു 1/2 hour to 1 hour കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി എക്സസൈസ് റെക്കമെൻഡഡ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് PCOനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇപ്പോൾ മുന്നൊന്നും നമ്മൾ ഒരുപാട് PCOനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ആൾക്കാർക്ക്. അതുപോലെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ഒരുപാട് കൂടുതലാണ്, മൈദ ഐറ്റംസ്. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്യണതിനനുസരിച്ചിട്ട് വരുന്ന ഒരു ഡിസീസായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അത് കൂടുതൽ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ടാബ്ലറ്റിലുള്ള ഡിപ്പെൻഡൻസ് ഒക്കെ നമുക്ക് ലൈഫ് ലോങ് ഇപ്പോൾ ടാബ്ലറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഒരു 3 മാസമൊക്കെ നമുക്കൊരു ടാബ്ലറ്റിൻ്റെ അസിസ്റ്റൻസ് കൊടുക്കാം. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ കാര്യം എന്താണ് ഇപ്പോൾ അവർക്ക് വേണ്ടത്. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആണത് കോസ് ചെയ്യണത്. PCO കാരണം ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അല്ല ഫാമിലി കംപ്ലീറ്റഡ് ആണ്, കുറച്ച് പീരിയഡ്സ് ഡിലേ ആവുന്ന ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ഈ വെയിറ്റ് റിഡക്ഷനും ഈ ഡയറ്റ് കൺട്രോളും ഒക്കെ പറഞ്ഞിട്ടും വീണ്ടും ആ ഒരു പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പിൽസിൻ്റെ അല്ലെങ്കിൽ ടാബ്ലറ്റ്സിൻ്റെ ഒക്കെ ഒരു അസിസ്റ്റൻസ് വേണ്ടി വരും. മാം, ഈ പ്രഗ്നൻസി സമയത്ത് വരുന്ന ഡയബറ്റിക് പോലുള്ള അവസ്ഥകളിൽ ഒരു ഗർഭിണി ഫുഡിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഡയബറ്റിക് പ്രോൺ അവസ്ഥയാണ്. കാരണം ഒരു 28 ആഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു ഗർഭിണിയുടെ ശരീരത്തിൽ ഒരു ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ വരും. അത് കുറച്ചുകൂടി ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ ഡയബറ്റിക് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ GDM, ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും, പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റിസിനെ. അപ്പോൾ അത്തരം അവസ്ഥകളുള്ള ആൾക്കാരോട് നമ്മൾ സ്പ്ലിറ്റ് മീൽസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്, അതായത് ലഡു, ജിലേബി, ചോക്ലേറ്റ്, സ്വീറ്റ് ഐറ്റംസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ എവറി 2 hours കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാം. എപ്പോഴും സ്പ്ലിറ്റ് മീൽസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കുറച്ച് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ അധികം ആഡ് ചെയ്യുക. ഈവൻ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ, ഇപ്പോൾ ചെറുപയർ മുളപ്പിച്ചത് അല്ലെങ്കിൽ മുട്ട, അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതത് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ അതത് മാസങ്ങളിൽ അത് ചെയ്ത് പോവേണ്ടതിൻ്റെ ആവശ്യകത ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് കുടിച്ച ടെസ്റ്റ് ചെയ്യാൻ പറയും. അതിലൊക്കെ നമുക്കൊരു സ്പെസിഫിക് കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ഒരാൾക്കും നോൺ പ്രഗ്നൻസിയിലും ഉള്ള കട്ട് ഓഫ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ കുറച്ചും കൂടി അത് കുട്ടിയുടെ ഗ്രോത്തിനെ ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഷുഗർ റേഞ്ച് ഒരു പെർട്ടിക്കുലർ റേഞ്ചിന് താഴെ പ്രഗ്നൻസിയിൽ നിർത്തുമ്പോഴാണ് അത് കുട്ടിക്ക് ഒന്നും കൂടി ഒരു ബെറ്റർ ഔട്ട്കം, അതായത് കുട്ടിക്ക് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കട്ട് ഓഫുകളാണ് നമ്മൾ പ്രഗ്നൻസിയിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചത് ഹെൽത്ത് പോയിന്റിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധി മാം ആണ്. ഇനി അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.